സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമ കുഞ്ഞുമോനെയും ഗുണ്ടകളെയും വിരട്ടുവാണ് കേട്ടോ. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങൾ പണം കൊടുത്താൽ എന്ത് പറഞ്ഞാലും ചെയ്യും. പക്ഷേ എൻ്റെ കൂടെയുള്ളവരുണ്ടല്ലോ, ഞാൻ മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ അത് ആ നിമിഷം തന്നെ ചെയ്യുന്നവരാണ്. എന്താ അങ്ങനെയുള്ളവരോട് മുട്ടി നോക്കുന്നുണ്ടോ? ഇപ്പോൾ രാധികയും തിരുമേനിയും അവരെല്ലാവരും ഇവിടെ തിരിച്ചു വരും. അതിനു മുമ്പ് നിങ്ങൾ വെക്കാം, ഈ കസേരയും കൂടി എടുത്ത് അകത്തേക്ക് ഇട്ടേക്കണം. അങ്ങനെ അവിടെ നിന്ന് എടുത്ത എല്ലാ സാധനങ്ങളും തിരികെ അകത്ത് വെച്ചതിന് ശേഷം കുഞ്ഞുമോനും കൂട്ടരും അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഈ സമയം ശ്യാമയാണെങ്കിൽ രാധികയും ദേവനും അവരെല്ലാവരും തിരികെ വരുന്നതിനായിട്ട് അവിടെ തന്നെ കാത്തു നിൽക്കുവാണ്. ഈ സമയം കാറിൽ ദേവനും കുടുംബവും എല്ലാവരും തിരികെ എത്തുവാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയതും ഫിദാമ്മയുടെ കാണുന്ന രാധിക ഓടി വന്ന് ഫിദേനെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ കൂടി നിൽക്കുവാണ് ദേവനും യശോദയും മുത്തശ്ശിയൊക്കെ. അന്നേരം ശ്യാമ അവരോട് പറയുവാണ്, എനിക്കറിയാം തിരുമേനിക്കും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലൊരു ആശങ്കയുണ്ടാകുമെന്ന്. ഇന്നലെ കണ്ട രാധികയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന് അതിനൊറ്റ ഉള്ളൂ. ഇവളെ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് കാണുന്നത്. അന്നേരം യശോദ പറയണേ, മ്യൂസിക് സ്കൂൾ കഴിഞ്ഞ് വന്ന സമയത്ത് രാധിക മോള് പറഞ്ഞിരുന്നു മാഡത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അമ്മയുടെ അരികെ നിൽക്കുന്ന പോലെയാണെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അങ്ങനെ യശോദയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശ്യാമക്ക് കൂടുതൽ സന്തോഷമാകുകയാണ്. ഈ സമയം ദേവൻ പറയണേ, എങ്ങനെയാണ് മാഡം ചെയ്തു തന്ന ഈ ഒരു സഹായത്തിന് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, തിരുമേനി ഇതിന് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് തിരുമേനിക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും തിരുമേനിയും കുടുംബം വളരെ വലിയൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ലേ? അന്നേരം ദേവൻ ചോദിക്കുക, അല്ല അതെന്ത് കാര്യം മനസ്സിലായില്ല. ആ സമയം ശ്യാമ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ, അത് മറ്റൊന്നുമല്ല, ഇവളെ ഇത്ര നല്ലൊരു കുട്ടിയായിട്ട് വളർത്തിയില്ലേ, നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തില്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. തിരുമേനി ഇത് സന്തോഷത്തോടു കൂടി വാങ്ങ് എന്നും പറഞ്ഞ് ആധാരം ദേവൻ്റെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുവാണ്ടോ. ഈ സമയം തിരുമേനി പറയണേ, സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അവസരത്തിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഒരു ദിവസവും കൂടി ഞങ്ങൾ അയാളോട് ചോദിച്ചതാ, പക്ഷേ അയാൾ അനുവദിച്ചില്ല. പിന്നെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. പക്ഷേ ഭഗവാന് മുമ്പിൽ ഒന്നും പ്രാർത്ഥിച്ച് അപേക്ഷിച്ചില്ല. പക്ഷേ ഭഗവാനായിട്ട് തന്നെ മാഡത്തെ ഇവിടെ അയച്ചു. സത്യം പറഞ്ഞാൽ മാഡം ഞങ്ങൾക്ക് ദൈവമാണ്. അന്നേരം ശ്യാമ പറയണേ, ഏയ് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നന്മ ചെയ്യുന്നവരാണ്. നന്മ ചെയ്യുന്നവരങ്ങനെ ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ. ഈ സമയം രാധിക പറയണേ, സത്യം പറയാലോ മാഡം, ആ ഒരവസ്ഥയിൽ ആരെ വിളിച്ച് പറയണം എന്തു ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ തന്നെ മാഡം വന്നില്ലേ, ഇങ്ങനൊരു സഹായം ചെയ്തില്ലേ, ഒത്തിരി സന്തോഷമായി. അന്നേരം ശ്യാമ പറയണേ, മോളെ ഞാൻ പറഞ്ഞല്ലോ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ്, നിങ്ങൾ അകത്തേക്ക് ചെല്ല്. ആ സമയം യശോദ പറയണേ, അല്ല മാഡം ഇതുവരെ വന്നിട്ട് ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോകാം. അന്നേരം ശ്യാമ പറയണേ, തൽക്കാലം ഇപ്പോൾ ഒന്നും വേണ്ട, അകത്ത് ആകെ അലങ്കോലായി കിടക്കുമായിരിക്കും, പിന്നീട് ഒരു ദിവസം ആകാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഈ സമയം യശോദ രാധികയുടെ അരികിലേക്ക് വന്ന് രാധികയെ ചേർത്ത് പിടിക്കണേ, മോളെ നീ ഞങ്ങളുടെ ഭാഗ്യമാണ്. അച്ഛനിപ്പോൾ ഉണ്ടായ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം നീയാണ്. നിന്നെ അവർക്ക് എന്തൊരു ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം ദേവൻ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുക. മുത്തശ്ശിയാണെങ്കിൽ തലയും താഴ്ത്തി നിൽക്കുമായിരിക്കും. അന്നേരം ദേവൻ പറയണേ, അല്ലമ്മേ, അമ്മ എപ്പോഴും പറയാറില്ലേ ഞങ്ങൾ രാധിക മോൾ എടുത്തു വളർത്തിയത് എന്തോ വലിയ തെറ്റായിപ്പോയി എന്ന്. ഇപ്പം എന്താ ഒന്നും പറയാനില്ലേ? രാധിക മോള് കാരണോ നമുക്ക് ഈ വീട്ട് വിട്ട് എങ്ങോട്ടേക്കും പോകാതെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇവിടേക്ക് തന്നെ തിരികെ വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ രാധിക മോളെ കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കുക. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. പിന്നാലെ യശോദയും പോകുവാണ്. ഈ സമയം ദേവൻ സന്തോഷത്തോടെ രാധികയെ ചേർത്ത് പിടിക്കണേ, മോളെ ആ മാഡം പറഞ്ഞത് കേട്ടില്ലേ, നീ ഞങ്ങളുടെ ഭാഗ്യമോ. അച്ഛനൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എൻ്റെ മോള് കാരണമാണ് നമ്മുടെ കുടുംബത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. മോളെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ അഭിമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് രാധികയെ നെഞ്ചോട് ചേർക്കുവാണ്. രാധികയ്ക്കും ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മ്യൂസിക് സ്കൂളിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ശ്യാമേനെയാണ്. ഈ സമയം അശ്വതിയും അരികിലിരിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ പറയണേ, എന്താണെങ്കിലും തിരുമേനിയും മോളും ഒക്കെ ഇന്നലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കിടന്നുറങ്ങി കാണുമല്ലേ. ഇനി അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ മോളുടെ കയ്യിൽ പണം കൊടുത്തയക്കണം. അന്നേരം അശ്വതി പറയണേ, അതിനി സാധ്യത കുറവാണ്. ഇപ്പം തന്നെ സഹായിച്ചത് കുറച്ച് കൂടുതലാണ്. ഈ പണം തന്നെ ഇങ്ങനെ തന്ന് വീട്ടുവെന്നായിരിക്കും തിരുമേനിയും രാധികയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ശ്യാമ വേഗം ഭക്ഷണം കഴിക്കുക. രാധിക ഉടനെ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വരും. ഞാൻ ആ ടീച്ചറിനോട് ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അശ്വതി പുറത്തേക്ക് ഇറങ്ങി ടീച്ചറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. ഈ സമയം ശ്യാമാകത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരിക്കും രാധികയും ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അശ്വതി കാണുന്നത്. അങ്ങനെ റൂമിലേക്ക് കയറാൻ തുടങ്ങുന്നതും അശ്വതി രാധികേനെ വിളിക്കണേ, കുട്ടി അച്ഛനെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അന്നേരം രാധിക പറയണേ, അച്ഛൻ ഇന്നലെ ഫിദാ മാഡത്തെക്കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മാഡം അത്ര വലിയൊരു സഹായമാണല്ലോ ഞങ്ങൾക്ക് ചെയ്തു തന്നത്.
ഈ സമയം അകത്തിരിക്കുന്ന ശ്യാമ ഇവരുടെ സംസാരം കേൾക്കുവാണ്ടോ. അന്നേരം രാധിക പറയണേ, ഞങ്ങളെല്ലാവരും മാഡത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാഡത്തെ നേരിട്ട് കാണണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുന്നതും ശ്യാമ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയിട്ട് പർദ്ദയ്ക്ക് ഇട്ട് വരുവാണ്. അന്നേരം രാധിക ചോദിക്കണേ, അല്ല ഫിദ മാഡം ഇല്ല അകത്ത്? ആ സമയത്ത് ശ്യാമ പർദ്ദയിട്ട് റെഡി ആയിട്ടുണ്ടാവും. അത് കാണുന്ന അശ്വതി പറയണേ, ആ ഉണ്ട്, ദേ നിൽക്കുന്നു കുട്ടി വാ എന്നും പറഞ്ഞ് രാധികയും കൂട്ടി അകത്തേക്ക് പോകുവാണ്ടോ. അന്നേരം രാധികയെ കാണുമ്പോൾ ശ്യാമ ചോദിക്കണേ, എന്താ മോളെ ഇന്നലെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു പ്രശ്നം ഉണ്ടായില്ല മാഡം. സത്യം പറഞ്ഞാൽ അച്ഛന് മാഡത്തെ ഒന്ന് നേരിട്ട് വന്ന് കാണണമെന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ആ തിരക്കുകളുടെയും ബഹളത്തിൻ്റെ ഇടയ്ക്ക് മാഡത്തെ കൂടുതലായിട്ടൊന്ന് സംസാരിക്കാനോ പരിചയപ്പെടാനോ ഒന്നും പറ്റിയില്ലല്ലോ. അന്നേരം ശ്യാമ പറയണേ, പരിചയപ്പെടാനാ വരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നന്ദി പറയാനാണെങ്കിൽ അതൊന്നും വേണ്ട കേട്ടോ. നമുക്കിടയിൽ നന്ദി പറച്ചിലിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അല്ല മോള് ഭക്ഷണം കഴിച്ചോ? ഇല്ല. എന്നാ വാ ഭക്ഷണം കഴിക്ക്. വേണ്ട മാഡം. സത്യം പറഞ്ഞാൽ രാവിലെ അമ്മ എനിക്ക് ഭക്ഷണം എടുത്തു വെച്ചതാ, പക്ഷെ തിരക്കിനിടയിൽ ഞാനിത് എടുക്കാൻ മറന്നുപോയി. അതിനെന്താ അശ്വതി ചേച്ചി മോൾക്ക് ഭക്ഷണം എടുത്തേ? അയ്യോ അതൊന്നും വേണ്ട മാഡം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മോളിങ്ങ് വന്നേ. അങ്ങനെ പറഞ്ഞ് രാധികയോടെ പിടിച്ചിരുത്തുവാണ്. ഈ സമയം അശ്വതി ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ശ്യാമ പറയണേ, ഞാൻ തന്നെ മോൾക്ക് വരുത്തരാം. അയ്യോ അത് വേണ്ട മാഡം, ഞാൻ കഴിച്ചോളാം. അങ്ങനെ പറയരുത്. മോൾക്ക് ഞാൻ എൻ്റെ മകളുടെ പദവിയല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു അമ്മയുടെ അവകാശമാണ് അല്ലേ? അങ്ങനെ പറഞ്ഞ രാധികക്ക് ശ്യാമ തന്നെ ഭക്ഷണം വാരി കൊടുക്കുവാണ് കേട്ടോ. ആ കാഴ്ച കാണുമ്പോൾ അശ്വതിക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം രാധിക പറയണേ, പിന്നെ എന്നോട് ഇന്നലെ അച്ഛനും അമ്മയൊക്കെ കുറേ മാഡത്തിനെ പറ്റി തന്നെ സംസാരിക്കുമായിരുന്നു. മാഡത്തിന് എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും പ്രിയം തോന്നിയതെന്നൊക്കെ ചോദിച്ചു. അന്നേരം ശ്യാമ പറയണേ, അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, നീ എൻ്റെ മകളായതുകൊണ്ട്. അത് കേൾക്കുമ്പോൾ രാധിക ഒരു നിമിഷം ഒന്ന് ഞെട്ടുവാണ്. എന്നിട്ട് ശ്യാമ പറയണേ, ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. ചിലരോടൊക്കെ നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അടുപ്പം തോന്നില്ലേ? അങ്ങനെ ഒരു അടുപ്പം എനിക്ക് മോളോട് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇനി അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ പറഞ്ഞോ, നീ എൻ്റെ സ്വന്തം മകൾ തന്നെയാണെന്ന്. അങ്ങനെ വീണ്ടും രാധികയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ശ്യാമക്കും ഒത്തിരി സന്തോഷമുണ്ട്. ശ്യാമ പറയുക, ഇനി എന്നും മോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി, ഞാൻ മോൾക്ക് വാരിത്തരാം. അന്നേരം ശ്യാമ പറയണേ, അന്നേരം രാധിക പറയണേ, അയ്യോ അത് വേണ്ട മാഡം. ഒരു പ്രാവശ്യം ഇങ്ങനെ നല്ല രസമുണ്ട്, പക്ഷെ എപ്പോഴും ആയാലേ അത് മാഡത്തിന് ബുദ്ധിമുട്ടാകും. അച്ഛനെ കുഞ്ഞുനാളിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ രാധികയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ശ്യാമക്ക് കൂടുതൽ സങ്കടവും സന്തോഷമൊക്കെ ആകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പരമേശ്വരനെയാണ് കേട്ടോ. ഈ സമയം ഡോക്ടർ പരമേശ്വരനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പത്മിനിയും വരുണും ബിജുവും ഒക്കെ അടുത്ത് തന്നെ ഉണ്ടാകും. അന്നേരം ഡോക്ടർ പറയണേ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ചെക്കപ്പും ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ വരും. അന്നേരം വരുൺ ചോദിക്കുക, അല്ല അച്ഛനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട കാര്യമുണ്ടോ? ഇപ്പം അതിൻ്റെ കാര്യമൊന്നുമില്ല, എന്താണെങ്കിലും റിപ്പോർട്ട് വരട്ടെ. ഈ സമയം സിസ്റ്റർ റിപ്പോർട്ടുമായിട്ട് വരുവാണ്. അങ്ങനെ അതൊക്കെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ വരുണിനോടും പത്മിനിയോടും സംസാരിക്കുവാണ്. ഡോക്ടർ പറയണേ, പരമേശ്വരനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊരു ടെസ്റ്റ് തന്നെ നടത്തിയത്. വരുണിൻ്റെ അച്ഛൻ തളർന്നു വീണിരിക്കുന്നത് അസുഖം കാരണമൊന്നുമല്ല, ആരോ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതാണ്. കഴുത്തിൽ എന്തോ ഒന്നുകൊണ്ട് ശക്തമായി മുറുക്കിയിട്ടുണ്ട്. ക്ലിയർലി ഇതൊരു കൊലപാതക ശ്രമം തന്നെയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു കാര്യം വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയോ ചെയ്യാറ്. അന്നേരം വരുൺ പറയണേ, അതിനെന്താ, പോലീസ് സ്റ്റേഷനെ വിവരം അറിയിക്കണം. എൻ്റെ അച്ഛനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെനിക്ക് കണ്ടെത്തണം. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ട് ആകെ ടെൻഷനിൽ നിൽക്കുവാണ് പത്മിനി. ഈ സമയം ബിജുവും പറയണേ, എന്നാലും നമ്മുടെ വീട്ടിൽ വന്ന് സാറിനെ കൊല്ലാൻ ശ്രമിക്കാൻ ആർക്കായിരിക്കും ധൈര്യം? അന്നേരം വരുൺ പറയണേ, ആരാണെങ്കിലും അയാൾ എനിക്ക് കണ്ടെത്തണം. അമ്മ വിഷമിക്കാതിരിക്കുക, ഞാനും കൂടി സ്റ്റേഷനിലേക്കൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വരുണും അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അശ്വതിയും കൂടി മ്യൂസിക് സ്കൂളിലിരുന്ന് സംസാരിക്കുന്നതാണ്. ശ്യാമ പറയണേ, രാധിക മോൾക്ക് അവളുടെ കുടുംബത്തിന് ഇപ്പോൾ സന്തോഷമായി കാണുമല്ലേ? എൻ്റെ മോള് എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണം, അത് കാണാനാണ് എനിക്കിഷ്ടം. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ എല്ലാ അർത്ഥത്തിലും ഒരു അമ്മയായി മാറിയത്. എൻ്റെ മോളെ എനിക്കിപ്പോൾ നെഞ്ചോട് ചേർക്കാം, ഉമ്മ കൊടുക്കാം, ഭക്ഷണം വാരിക്കൊടുക്കാം. എൻ്റെ മനസ്സ് നിറഞ്ഞു. അന്നേരം അശ്വതി പറയണേ, എപ്പോഴായി മറയൊക്കെ മാറ്റി മകളുടെ മുമ്പിലേക്ക് പോകാൻ പോകുന്നത്? അന്നേരം ശ്യാമ പറയണേ, അറിയില്ല, ദൈവം അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും ആ സമയം, അതുവരെ കാത്തിരിക്കാം. അമ്മയെ കാണുമ്പോൾ അവൾ ചോദിക്കാൻ വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവളോട് ചോദിക്കണം. തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എനിക്ക് തിരുത്തണം. പിന്നെ ചേച്ചി, മറ്റൊരു കാര്യമുണ്ട്, നാളെ നമുക്ക് കുറച്ച് ഫോറിനേഴ്സ് വിസിറ്റേഴ്സൊക്കെ ഉണ്ടാവും. ഫോറിൻ ട്രിപ്പിലൊക്കെ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരാളുണ്ട്, വയലിനിസ്റ്റാണ്. അവരും ബാക്കി ചിലരുമൊക്കെ ഫോറിനിൽ നിന്ന് നാളെ ഇങ്ങോട്ടേക്ക് വിസിറ്റിന് വരുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഒരു ഡാൻസ് പ്രോഗ്രാമും മറ്റു ചില കലാപരിപാടികൾക്ക് നാളെ ഇവിടെ നടത്തണം. അന്നേരം അശ്വതി ചോദിക്കണേ, അല്ല ശ്യാമ അപ്പോൾ ഈ വേഷത്തിലാണോ അവരുടെ മുമ്പിലേക്ക് പോകാൻ പോകുന്നത്?
അന്നേരം ശ്യാമ പറയണേ, ഏയ് തൽക്കാലം ഞാൻ ഈ നാട്ടിലില്ലെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ചേച്ചി വേണം കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ. ഞാൻ ഫിദയുടെ വേഷത്തിൽ തന്നെ അവരുടെ മുമ്പിലേക്ക് വന്നോളാം. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഫിദ മാഡം എന്ന് വിളിച്ച് രാധിക റൂമിലേക്ക് വരുന്നത്. അങ്ങനെ റൂമിലേക്ക് വന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്